കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കും ദൈവമക്കൾക്കുമെല്ലാം ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാം മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനേകർ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി കണ്ട് പരസ്പരം കാണാൻ ഇടയാകും. അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ദൈവദാസൻ ബീഹാറിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. പാസ്റ്റർ ഷൈൻ ജോബ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹം കഴിഞ്ഞ 14 വർഷങ്ങളായി ബീഹാറിൽ കർത്തൃവേല ചെയ്തുകൊണ്ട് വളരെ ശക്തമായി കർത്താവ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ശക്തമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് ഒത്തിരി കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിച്ചും അവരെ ദൈവവചനം പറഞ്ഞു കൊടുത്തും ശക്തരായ ഇവാഞ്ചലിസ്റ്റുകളായി മാറ്റുവാൻ, അതിലൂടെ അവരിൽ നിന്ന് തന്നെ വീണ്ടും അടുത്ത കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുവാനൊക്കെയും അങ്ങനെ കർത്താവ് വളരെ ശക്തമായി ദേവദാസനെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം പാറശാല സ്വദേശിയാണ്. തൻ്റെ ബൈബിൾ കോളേജ് പഠനത്തിന് ശേഷം കർത്താവ് പ്രേരിപ്പിച്ചതനുസരിച്ചാണ് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനത്തിനായി കടന്നു പോയത്. വൈഫ് സജിതയും തിരുവനന്തപുരം സ്വദേശിയാണ്. എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളോട് ശക്തമായി പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പ്രബോധനങ്ങളും തൻ്റെ സാക്ഷ്യവചനങ്ങളും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനായി പാസ്റ്റർ ഷൈൻ ജോബിനെ ക്രിസ്തുയേശുവിൽ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ആൻഡ് പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പകൽ എന്റെ സൗണ്ട് കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ. ഇന്ന് ഈ രാവിലെ സമയം തന്നെ ഇതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ കടന്നു വരുവാൻ ദൈവം തന്ന ഈ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയും സ്തുതിയും കരയറ്റുന്നു. പിന്നെ എന്നെ ഈ മീറ്റിംഗിൽ ആദ്യമായിട്ട് ക്ഷണിച്ച കർത്താവിൻ്റെ പ്രിയ ദാസൻ മാത്യു അങ്കിളിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിലുള്ള എല്ലാ നേതൃത്വത്തിലായിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പേര് ഷൈൻ ജോബാണ്. പിന്നെ എന്നെ ഈ ടീമിൽ പരിചയപ്പെടുത്തിയ ഇന്ത്യ മിഷനിലെ EBP മാത്യു സാറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആൻറ്റി പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്തെ പാറശാല എന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ 14 വർഷമായിട്ട് ബീഹാറിൽ ദൈവവേല ചെയ്യുവാൻ ദൈവം കൃപ നൽകി. അതിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു. ഞാൻ ട്രിവാൻഡ്രം ആയാലും അവിടെ തമിഴ് സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മലയാളം പറയുന്നതിൽ ഇച്ചിരി പോരായ്മകളുണ്ട്, ക്ഷമിക്കുക. എന്നാലും ദൈവകൃപയാൽ കുറച്ച് കുഴപ്പമില്ലാതെ പറയാം. പ്രാർത്ഥനയോടെ ഇരിക്കാം. ഹല്ലേലൂയ. എൻ്റെ പപ്പ CSI ബാക്ക്ഗ്രൗണ്ടും എൻ്റെ അമ്മ റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുമാണ് ഇരുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ആദ്യം രക്ഷിക്കപ്പെടാൻ ഇടയായി. അത് കാരണം ഞാനും എൻ്റെ സഹോദരങ്ങളെല്ലാം കുഞ്ഞുനാൾ തൊട്ട് തന്നെ ചർച്ചിൽ പോകേണ്ട ഒരു ഭാഗ്യം ദൈവം നൽകി. എൻ്റെ പപ്പ വളരെ മദ്യപാനിയായിരുന്നു. മദ്യപാനി ആയതുകൊണ്ട് വീട്ടില് എന്നും പ്രശ്നങ്ങൾ തന്നെ. അങ്ങനെ ഞാൻ ജനിച്ച് 2 വയസ്സാവുമ്പോൾ എൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് പപ്പ ഒറ്റയ്ക്കാണ് നമ്മളെ എല്ലാരെയും വളർത്തിയത്. നമ്മള് 7 സഹോദരങ്ങളാണ്, എന്നെയും ചേർത്ത്. ഞാൻ ഏറ്റവും ലാസ്റ്റിലാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു പപ്പയും രക്ഷിക്കപ്പെടാൻ ദൈവം കൃപ ചെയ്തു. അതിനൊരു കാരണമുണ്ട്. അമ്മ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അമ്മയെ എനിക്ക് ഒത്തിരി അറിയത്തില്ല, അത്ര ഓർമ്മയില്ല. എന്നാലും
ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണെന്നാ എല്ലാരും പറയുന്നത്. കാരണം രാത്രി പപ്പയുടെ മദ്യപാനം കാരണം രാത്രി ഉറങ്ങാതിരുന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഒരു കാരണമാണ് എന്റെ പപ്പയും അവസാനം രക്ഷിക്കപ്പെടാൻ ഇടയായത്. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ദൈവത്തെ അറിയാനും ദൈവത്തിന് വേണ്ടി നിൽക്കാനും ദൈവം കൃപ ചെയ്തത്. എന്റെ സഹോദരങ്ങളിൽ ഒരു സഹോദരൻ, രണ്ടാമത്തെ സഹോദരൻ തമിഴ്നാട്ടിൽ കുളച്ചൽ എന്ന് പറയുന്ന, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ പാസ്റ്ററായിരിക്കുന്നു. അതുപോലെ എൻ്റെ ഒരു സഹോദരിയും പുരുഷനും അവിടെ കന്യാകുമാരിയിൽ തന്നെ തമിഴ്നാട്ടിൽ ഒരു ചർച്ചിൽ പാസ്റ്ററായിരിക്കുന്നു. ബാക്കി എൻ്റെ സഹോദരങ്ങളെല്ലാം അവിടെ ജോലി ചെയ്യുന്നു. ദൈവം എല്ലാരെയും നടത്തുന്നു. ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ അറിഞ്ഞു. സ്നാനപ്പെടാൻ ദൈവം ഇടം നൽകി. ആ സമയത്ത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ഒരു ലക്ഷ്യം നന്നായിട്ട് പഠിച്ച് എന്തെങ്കിലും ജോലി ചെയ്യണം. ദൈവവേല എന്ത് ചെയ്താലും ദൈവവേല ചെയ്യരുത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞു. +2 BA കംപ്ലീറ്റ് ചെയ്തു. BA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാസ്റ്റർ ഡിഗ്രി MSW ചെയ്യുവാൻ വേണ്ടി കോളേജ് അഡ്മിഷൻ കിട്ടി. ആ സമയത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇടയായി. ദൈവത്തിന്റെ വന്ന ഉടൻ തന്നെ എനിക്ക് മനസ്സിൽ എന്തോ അറിയത്തില്ല, ഒരു വളരെ സന്തോഷം. എന്നെ ഈ വലിയ ശ്രേഷ്ഠ മേഖലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം. അതുകൊണ്ട് ആ സന്തോഷം കാരണം ഉടൻ തന്നെ അത്രയും ദിവസം ഞാൻ ചെയ്യരുതെന്ന് ചിന്തിച്ച ആ ജോലിയെ ഉടൻ തന്നെ ഞാൻ സമർപ്പിച്ചു. ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അത് ദൈവം തന്ന ഒരു വലിയ ഭാഗ്യമാണ്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ MSW പഠനം പോയില്ല. അത് നേരെ ബൈബിൾ കോളേജ് പോകാൻ ദൈവം കൃപ ചെയ്തു. ആയൂരില് വേങ്ങൂർ എന്ന സ്ഥലത്ത് എബിനേസർ തിയോളജിക്കൽ സെമിനാരിയില് 3 വർഷം MDU പഠിക്കാൻ ദൈവം കൃപ ചെയ്തു. ആ പഠനത്തിന്റെ മധ്യത്തിൽ തന്നെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു ആഗ്രഹം, കേരളത്തിൽ തന്നെ നിൽക്കണ്ട, കേരളത്തിൽ നിന്ന് ദൈവവേല ചെയ്യണ്ട, നോർത്ത് ഇന്ത്യയിലോട്ട് പോകണം എന്നുള്ള ഒരു എപ്പോഴും എൻ്റെ അകത്തൊരു ആഗ്രഹം. അത് വളർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നോർത്ത് ഇന്ത്യയിൽ പോകാം, നോർത്ത് ഇന്ത്യയിൽ എവിടെ പോകണം എന്നുള്ള ഒരു അറിവും എനിക്കില്ല. അത് എവിടെ പോവും ദൈവമേ, അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം ബീഹാറിൽ പ്രവർത്തിക്കുന്ന ജെംസ് എന്ന ഒരു മിഷൻ ഉണ്ട്. ജെംസ് മിഷനിലുള്ള ആ പ്രസിഡന്റ്, ഫൗണ്ടറും പ്രസിഡന്റ് അഗസ്റ്റിൻ ജപകുമാർ തമിഴ്നാട്ടിലുള്ള ഒരു ദൈവദാസനാണ്. ആ ദൈവദാസന്റെ ഒരു CD കേൾക്കാൻ ദൈവം കൃപ ചെയ്തു. ആ CD-യിൽ ദൈവ വിളിയെ കുറിച്ചുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ആ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ദൈവം എന്നോട് ഇടപെട്ടു, ബീഹാറിലോട്ട് പോവുക. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ബീഹാറിൽ ദൈവവേല ചെയ്യണം എന്ന് തീരുമാനിച്ചു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ചോദിക്കുന്നവരോട് എല്ലാം ഞാൻ പറയും, ബൈബിൾ പഠനം കഴിഞ്ഞ് എവിടെ പോവും, എന്ത് ചെയ്യുമെന്ന് ആൾക്കാരെല്ലാം ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ബീഹാറിലോട്ട് പോവാ. എന്നാൽ ബീഹാറിൽ എനിക്ക് ആരെയും പരിചയം ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബൈബിൾ കോളേജ് പഠനം പൂർത്തിയാക്കുന്നതിന് 2 മാസം മുമ്പ് എൻ്റെ രണ്ടാമത്തെ സഹോദരൻ, തമിഴ്നാട്ടിൽ ദൈവവേല ചെയ്യുന്ന ആ സഹോദരൻ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഈ വിഷയം പറഞ്ഞില്ല, ബീഹാറിൽ പോകുന്ന കാര്യം എൻ്റെ സഹോദരന്റെ അടുത്ത് പറഞ്ഞേ ഇല്ലായിരുന്നു.
അപ്പോ എന്റെ സഹോദരൻ എന്റെ അടുത്ത് ചോദിച്ചു, ബീഹാറിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതെ, ഞാൻ റെഡിയാണ്, പോകുന്നുണ്ട്. കാരണം എന്റെ മനസ്സിലുള്ള ആഗ്രഹം ബീഹാറായിരുന്നു. അത് ദൈവത്തിന്റെ ഒരു കൃപയാൽ എന്റെ സഹോദരനെ കൊണ്ട് എന്റെ അടുത്ത് ചോദിപ്പിച്ചു. കാരണം അതിന് ഒരു 2-3 വർഷത്തിന് മുമ്പ് എന്റെ സഹോദരനും 10 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് നോർത്ത് ഇന്ത്യ പ്രവർത്തനത്തിന് ഒരു 10 ദിവസത്തിന്റെ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്ത ശേഷം പ്രവർത്തനം നടത്തി. ആ നടത്തിയ സമയത്ത് അവർ ബീഹാറിൽ വന്നപ്പോ ഇന്ത്യ മിഷനുമായിട്ട് അവര് പരിചയപ്പെട്ടായിരുന്നു. ഇന്ത്യ മിഷനിൽ കുറച്ച് ദിവസം അവര് നിന്നു. ഇവിടെ ഇന്ത്യ മിഷനിലുള്ള പാസ്റ്റർമാരുമായിട്ട് ഗ്രാമങ്ങളിൽ പോയി മീറ്റിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യുവാൻ ദൈവം അവർക്ക് കൃപ നൽകി. അത് ആ കോണ്ടാക്ട് കൊണ്ട് എന്റെ പറഞ്ഞു ബീഹാറിലോട്ട് പോയിച്ചു. ഉടൻ തന്നെ സമ്മതിച്ചു. അത് കഴിഞ്ഞ് എന്റെ പഠനം കഴിഞ്ഞു. പഠനം കഴിഞ്ഞ് ഞാൻ ഒരു 21 days ഉപവാസ പ്രാർത്ഥന അറ്റൻഡ് ചെയ്തു. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഞാൻ പഠിച്ച സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മലബാറിൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, അവിടെ പഠിപ്പിക്കാൻ പോണം. അതിൻ്റെ കൂടെ അവിടെ MDH പഠിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോ എൻ്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ, അയ്യോ എന്ത് ചെയ്യാൻ. ഒന്ന്, എൻ്റെ മനസ്സിൽ ബീഹാറിൽ പോകണം. 2, ഇവിടെ മലബാർ ബൈബിൾ കോളേജ്. ഞാൻ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു, ഇതിൽ എങ്ങോട്ട് പോവാം, ഇതിൽ ഏതാണ് ദൈവത്തിന്റെ പദ്ധതി ഏതാണെന്ന് അറിയില്ലല്ലോ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ചർച്ചില്, ഞാനൊരു ഇൻഡിപെൻഡന്റ് ചർച്ചിലാണ് ആരാധനയ്ക്ക് കൂടുന്നത്. എന്റെ പാസ്റ്ററിന്റെ പേര് സ്റ്റീബൻസൺ. അത് പാറശാലയുടെ അടുത്ത് ചെറുപാരക്കുണം തളച്ചാൻ വിള എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആ ചർച്ച്. ആ ചർച്ചില് പോകുമ്പോൾ അവിടെ 3 ദിവസത്തെ ഒരു കാത്തിരിപ്പ് യോഗം വച്ചിരുന്നു. ആ കാത്തിരിപ്പ് യോഗത്തിന് വന്ന ഒരു ദൈവദാസൻ എന്റെ തലയിൽ കൈവച്ച് പ്രവചിച്ചു, നിന്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒരു വഴി അടയും, 2ാമത്തെ വഴി ഓപ്പൺ ആയിരിക്കും. ആ വഴിയിലൂടെ പോവുക. ആ വഴിയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി കഷ്ടമുണ്ട്. എന്ത് വന്നാലും പതറി പോകരുത്, ദൈവം കൂടെ ഉണ്ട്, അവിടെ നിൽക്കണം. ഇത്രയും പറഞ്ഞിട്ട് ആ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പോയി. അടുത്ത ദിവസം, ഇത് രാത്രിയാണ് ഈ പ്രവചനം കേൾക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ അവിടെ ബൈബിൾ കോളേജിൽ നിന്ന് കോള് വന്നു, ബൈബിൾ കോളേജിലോട്ട് പോകണ്ട, അത് ദൈവം ആ വഴി അടച്ചു. കാരണം ദൈവത്തിന്റെ പദ്ധതി ബീഹാറിലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ ചേട്ടനെ കോണ്ടാക്ട് ചെയ്തു. ചേട്ടന്റെ അടുത്ത് പറഞ്ഞു ബീഹാറിലോട്ട് പോകാൻ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കണം. ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബീഹാറിലോട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ജൂൺ മാസത്തിൽ 2011 ജൂൺ മാസത്തിൽ ബീഹാറിലോട്ട് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. ബീഹാറിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ത്യ മിഷനുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ഇട നൽകി. ഹല്ലേലൂയ. ഇന്ത്യ മിഷനിൽ വന്നപ്പോ എന്നെ ഇന്ത്യ മിഷന്റെ നേതൃത്വം എബിസാറും പിന്നെ ലീഡേഴ്സ് എല്ലാവരും ചേർന്ന് അയച്ചത് ഗയ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ്. ഗയയിൽ ബോധഗയ എന്ന സ്ഥലത്താണ്. ഈ ബോധഗയ എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിലെ ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടിയ ഒരു സ്ഥലമാണ്. ഇവിടെ ഗയയിൽ വരുമ്പോ ഇവിടെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിയും, ബോർഡ് എഴുതി വെച്ചിരിക്കും, വെൽക്കം ടു ദ ലാൻഡ് ഓഫ് എൻലൈറ്റ്മെന്റ് ആൻഡ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ
ഈ ഗയയിൽ വന്ന എല്ലാവർക്കും എൻലൈറ്റ്മെന്റ് കിട്ടും, പിന്നെ സാൽവേഷൻ കിട്ടും, രക്ഷ കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്നും കോടിക്കണക്കിന് ജനങ്ങൾ എല്ലാ വർഷവും ഈ ബോധഗയയിലും ഗയയിലും കടന്നു വന്ന് അവരുടെ പൂജകൾ ചെയ്യുന്ന ഒരു പുണ്യ സ്ഥലമാണ് ഈ സ്ഥലം. ഈ രണ്ട് മതങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു സ്ഥലമാണിത്. എൻലൈറ്റ്മെന്റ് ബുദ്ധമതം പഠിപ്പിക്കുമ്പോൾ സാൽവേഷന് ഹിന്ദു മതം പഠിപ്പിക്കുന്ന ഒരു സ്ഥലം. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗയയിൽ വന്ന് പാപം കഴുകിക്കളയുന്ന ഒരു സ്ഥലം. ഇവിടെ അതിനൊരു ഹിന്ദി വാക്ക് പറയും പിണ്ടിദാൻ. പിണ്ടിദാൻ എന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പൂജ. മലയാളത്തിൽ പിണ്ടം വയ്ക്കുക എന്ന് പറയും, മരിച്ചവർക്ക് വേണ്ടി, അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഇന്ത്യ മുഴുവനും ഉള്ള ജനങ്ങൾ ഇവിടെ ഗയയിൽ കടന്നു വരാറുണ്ട്. എല്ലാ വർഷവും ആ ഒരു 15 ദിവസത്തിന്റെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ആ ഫെസ്റ്റിവലിന് ഇന്ത്യയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെ കടന്നു വന്ന് ആ പൂജ ചെയ്യാറുണ്ട്. ആ സ്ഥലത്താണ് ദൈവം എന്നെ കൊണ്ടുവന്നത്, ഇത്രയും കാലം ദൈവം നിലനിർത്തിയത്. ഹല്ലേലൂയ. ഞാൻ ഇന്നും ചിന്തിക്കുമ്പോഴും ആ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ കരുതൽ ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത്ര പ്രശ്നങ്ങളും വളരെ ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു സ്ഥലമാണ് ഈ ബീഹാർ. ഇവിടെ ഞാൻ വന്ന സമയത്ത് ഇവിടെ റോഡുകൾ, നല്ല റോഡുകളില്ല, കറണ്ട് ഇല്ല. പലപ്പോഴും ഞാൻ താമസിച്ച വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ മോട്ടർ അടിക്കാൻ പറ്റത്തില്ല. പിന്നെ ട്രാൻസ്ഫോർമർ ശരിയാക്കി വരുമ്പോ 1 മാസം എടുക്കും. 1 മാസം വരെ ഇവിടെ കറണ്ട് കാണത്തില്ല, വെള്ളം കിട്ടത്തില്ല. പിന്നെ വേറെ എവിടെയെങ്കിലും ചെന്ന് വെള്ളം കൊണ്ടുവരണം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ബീഹാർ. എന്നാൽ ഇപ്പോ അതൊക്കെ മാറി. ഇപ്പോ ഏകദേശം നല്ല കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാ കാര്യങ്ങളും, നല്ല റോഡുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഒരു ഒറ്റ കാരണമേ ഉള്ളൂ, സുവിശേഷമാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ആയിരുന്നു. കേരളം മാറാൻ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ, മിഷണറിമാര് കേരളത്തിൽ കടന്നു വന്നു, സുവിശേഷ പ്രവർത്തനം നടത്തി. അതുപോലെ ഇവിടെ ദൈവത്തിന്റെ ജനങ്ങൾ ഇവിടെ ബീഹാറിൽ കാലുകുത്തിയപ്പോ, ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ, ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ, ഇവിടെ പ്രാർത്ഥന ഉയർന്നപ്പോ ഇവിടെ ഉള്ള അന്ധകാരങ്ങളൊക്കെ മാറി. ഹല്ലേലൂയ. ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണ് തുറക്കാൻ തുടങ്ങി. ഇവിടെ ജനങ്ങൾ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇപ്പോ ഇവിടെ ഞാൻ വന്ന സമയത്ത് വിശ്വാസി എന്ന് പറയുന്നത് കാണാനേ പറ്റത്തില്ല. എന്നാൽ ഇപ്പോ ഒത്തിരി ഗ്രാമങ്ങളില് ദൈവ ആരാധന നടക്കുന്നുണ്ട്. ഒത്തിരി പേര് വിശ്വാസത്തിലോട്ട് കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. അതെല്ലാം ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഞാനിവിടെ വരുമ്പോ ഒരു പഠിപ്പറിവില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു ഗ്രാമത്തിലോട്ടാണ് എന്നെ അയച്ചത്. അവിടെ ഒരു വീടുണ്ട്. ആ ഒറ്റ വീടേ ഉള്ളൂ അവിടെ, കോൺക്രീറ്റ് കെട്ടിടം. അത് ഒരു വിശ്വാസിയുടെ വീടായിരുന്നു. അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു കൊണ്ടായിരുന്നു എൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. ആ വീട്ടില് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, വേറെ ആ വീട്ടിന്റെ ഉടമസ്ഥനുമില്ല. ആ വീട്ടിൽ വേറെ ആരും താമസിക്കാറില്ല. കാരണം അവിടെ ഭൂതമുണ്ടെന്ന് പേടിച്ചിട്ട് ആരും താമസിക്കാറില്ല. ആ വീട്ടിലാണ് ഞാൻ താമസിച്ചു തുടങ്ങിയത്. തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ഹിന്ദി ഭാഷ അറിയത്തില്ല. ആ സമയത്ത് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളെ വിളിച്ച് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ കടന്നു വരും, അവർക്ക് പഠിപ്പിക്കും. ചെറുതായിട്ട് പറഞ്ഞ് അവരെ പഠിപ്പിച്ച്, അപ്പൊ എൻ്റെ ലാംഗ്വേജും നന്നായി.
എനിക്ക് പറ്റുന്ന തെറ്റുകൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആ സമയം ആ പിള്ളേര് സ്കൂളിൽ ഒന്നും പോകത്തില്ല, വെറുതെ അവിടെ കളിച്ച് തിരിയും. കാരണം ഇവിടെ ബീഹാറിൽ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു പേരിന് വേണ്ടിയാ. സ്കൂൾ ഓപ്പൺ ആയിരിക്കും, അവിടെ ആരും പിള്ളേര് പോയാ പോയി, ഇല്ലെങ്കില്ല. ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കത്തൊന്നുമില്ല. അവര് അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവരുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് അങ്ങ് പോവും, പഠിപ്പിക്കാറേ ഇല്ല. അത് കാരണം പിള്ളേരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പഠനം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഇപ്പോഴും അങ്ങനെയാ. ഇപ്പോഴും സ്കൂളുകളിൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആയി, എന്നാലും ടീച്ചേഴ്സ് വെറുതെ വന്ന് ശമ്പളം മേടിക്കുന്ന അല്ലാതെ പിള്ളേരെ ഒന്നും പഠിപ്പിക്കത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ബീഹാർ. അപ്പോ ഈ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ എന്റെ മനസ്സിലൊരാഗ്രഹം, ഇവരെ എല്ലാ ദിവസവും 1 മണിക്കൂർ പഠിപ്പിക്കണം എന്ന്, പ്രാർത്ഥിപ്പിക്കണം. അങ്ങനെ ഒരു 15 കുട്ടികൾ ദിവസവും എൻ്റെ അടുത്ത് വൈകുന്നേരം ആവുമ്പോ ഒരു 7 to 8 മണി വരെ കടന്നു വരും. അവർക്ക് വേണ്ടി 1 മണിക്കൂറത്തെ പ്രാർത്ഥന ഞാൻ തുടങ്ങി. അതിൽ പ്രാർത്ഥിച്ച് അവർക്ക് വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അവര് ശ്രദ്ധയോടെ കേട്ട് ആ സമയത്ത് ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവര് കരഞ്ഞ് കരഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിക്കും. ആ സമയത്ത് ഒരു അത്ഭുതവും നടന്നു. ആ കടന്നു വരുന്ന ഒരു സഹോദരനുണ്ട്. ആ സമയം ആ കുഞ്ഞാണ്, ഇപ്പൊ വളർന്നു. അവനിപ്പോ കേരളത്ത് ബൈബിൾ കോളേജ് പഠിച്ചിട്ടിരിക്കുന്നു, കോട്ടയത്ത്. ആ സഹോദരന്റെ സഹോദരിയുടെ മകൻ, 1 വയസ്സായ മകൻ, ന്യൂമോണിയ ബാധിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൈയൊഴിഞ്ഞ് ഇനി രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു വിട്ടു. ആ കുഞ്ഞിനെയും കൊണ്ട് അവര് ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു. പ്രാർത്ഥനയ്ക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ കുഞ്ഞ് സൗഖ്യമായി. ഹല്ലേലൂയ. ആരും തന്നെ വിശ്വസിച്ചില്ല ആ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന്. കാരണം അത്രയ്ക്ക് അത് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതമായിട്ട് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. അപ്പോ ആ പ്രാർത്ഥനയ്ക്ക് വരുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ വിശ്വാസവും വളരാൻ തുടങ്ങി. വളർന്ന് അവര് കുറച്ച് ദിവസം കഴിഞ്ഞ് അവര് സ്നാനപ്പെടാൻ, അവര് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് സ്നാനം വേണം. അപ്പൊ ആ 15-ൽ 10 കുഞ്ഞുങ്ങൾ അവര് സ്നാനപ്പെട്ടു. ആ ഗ്രാമത്തില് വേറെ ഒരു വിഷയം കൂടെ ഉണ്ട്. ഇത് കാലം വരെ ഒരു മനുഷ്യരും 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങളാണ് അത് കഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയതിന് ശേഷം ഡെയിലി പോകാൻ തുടങ്ങി. സ്കൂളിൽ പോയിട്ട് അവര് തന്നെ ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് 10ാം ക്ലാസ് ജയിച്ച കുട്ടികൾ. അതിനു മുമ്പ് ആ ചരിത്രത്തിൽ തന്നെ ആ ഗ്രാമത്തിൽ ഒരു കുട്ടികളും 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല. സുവിശേഷം ആ ഗ്രാമത്തിൽ കടന്നു വന്നപ്പോ ആ ഗ്രാമം ദൈവം മാറ്റി. ഹല്ലേലൂയ. ഈ 15 കുട്ടികളുമായിട്ട് തുടങ്ങിയ ആ ആരാധന, പിന്നെ ആൾക്കാർ ഗ്രാമത്തിൽ നിന്ന് അവരുടെ മാതാപിതാക്കളെല്ലാം കടന്നു വരാൻ തുടങ്ങി. ഇപ്പോ ആ ഗ്രാമത്തിൽ ആരാധന നടക്കുന്നുണ്ട്. ഈ 10ാം ക്ലാസ് ജയിച്ചതിന് ശേഷം 3 സഹോദരങ്ങൾ അവര് തങ്ങളെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. 3 പേരും തന്നെ ഉടൻ തന്നെ ബൈബിൾ കോളേജ് ചെന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ അവർ ബൈബിൾ കോളേജ് പോയി. ഇന്ത്യ മിഷന്റെ ബൈബിൾ കോളേജ് 1 വർഷം പഠിച്ചിട്ട് ഇപ്പോ അവര് എൻ്റെ കൂടെ ആ ബുദ്ധഗയ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവേല ചെയ്യുന്നു. നമുക്ക് ഈ ചർച്ച് കൂടാതെ, ചർച്ച് ബിൽഡിംഗ് എല്ലാം നമ്മൾ ഇപ്പോഴും ഒരു വാടക വീട്ടിലാണ്, ഒരു ചെറിയൊരു റൂമിലാണ് ആരാധന നടത്തുന്നത്. അതുകൂടാതെ പല ഗ്രാമങ്ങളിലും നമ്മൾ ഈ സമയത്ത് പ്രവർത്തിച്ചു. ആ സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ ഹൗസ് ചർച്ച് തുടങ്ങുവാൻ ദൈവം കൃപ ചെയ്തു. ആ ഹൗസ് ചർച്ചുകളെയൊക്കെ ഇപ്പോ നടത്തുന്നത് ഈ സഹോദരങ്ങളാണ്. ദൈവത്തിന്റെ കൃപയാൽ എല്ലാ ഹൗസ് ചർച്ചുകളും നന്നായിട്ട് നടക്കുന്നുണ്ട്. അന്ന് 15 പേരുമായിട്ട് തുടങ്ങിയ ആ പ്രവർത്തനം ഇന്ന് ഏകദേശം ആ ഗ്രാമത്തിലുള്ള 100 കുട്ടികൾ അവിടെ ഇപ്പൊ പഠിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നത് അന്ന് ആദ്യം
ട്യൂഷൻ വന്നുകൊണ്ടിരുന്ന കുട്ടികളാണ്. അവര് ഇപ്പൊ അവിടെ ടീച്ചേഴ്സ് ആയിട്ട് ഇപ്പോൾ ഉള്ള പുതിയ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കണം. ഇത് കൂടാതെ നമുക്ക് ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് ഈ സുവിശേഷം അറിയിക്കാൻ. മത്തായി 9-ാം അധ്യായം 36 തൊട്ട് 39-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും, വേലക്കാര് ചുരുക്കം. ഈ ഒരിക്കൽ വായിക്കാം. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാര് ചുരുക്കം. ഈ ബീഹാറിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വേലക്കാര് വളരെ ചുരുക്കമാണ്. ഒത്തിരി ജനസംഖ്യ ഉള്ള ഒരു ദേശമാണ്. ഓരോ വീടുകളിലും 6 കുഞ്ഞുങ്ങൾ, 7 കുഞ്ഞുങ്ങൾ, 8 കുഞ്ഞുങ്ങൾ, അങ്ങനെ കുഞ്ഞുങ്ങൾ ഉള്ള വീടുകളാണ്. ഒരു ഗ്രാമത്തിൽ, ഒരു ചെറിയ ഗ്രാമത്തിൽ പോയാലും അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 1000 പേര് കാണും. ചില ഗ്രാമങ്ങളിലെല്ലാം 10,000 പേരുള്ള ഗ്രാമങ്ങളുണ്ട്. അങ്ങനെ വലിയ ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളിലെ പ്രവർത്തിക്കുവാൻ ദൈവദാസന്മാർ കുറവ്. ഇപ്പോ ഇന്ത്യ മിഷനിലുള്ള ഒരു നിയമം അനുസരിച്ച് ഒരു പാസ്റ്റർ 12 ഗ്രാമങ്ങൾ നോക്കണം എന്നത് ഒരു നിയമമാണ്. കാരണം ഈ അടുത്തുള്ള ഈ 12 ഗ്രാമങ്ങളിലോട്ട് പോകുവാൻ ആളില്ല. ഇന്നും അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ല. എത്താത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, പോകാൻ ആളില്ല. ഇത് കാരണം നമ്മൾ ഈ ഗ്രാമങ്ങൾ എത്തിച്ചേരുവാൻ ഒരു മിനിസ്ട്രി ഉണ്ട്, ഫിലിം ഷോ മിനിസ്ട്രി. യേശുവിന്റെ സുവിശേഷീകരണം ഗ്രാമങ്ങൾ ഫിലിമായിട്ട് കാണിച്ചിട്ട് സുവിശേഷം അറിയിക്കുന്ന ഒരു പദ്ധതി. ഇത് ബന്ധമായിട്ട് നമ്മൾ അനേക ആയിരക്കണക്കായ ഗ്രാമങ്ങളിൽ ചെന്നിട്ടുണ്ട്. പല ഗ്രാമങ്ങളിലും പ്രശ്നമുണ്ടായിട്ടുണ്ട്. പല ഗ്രാമങ്ങളിലും നിർത്തിയിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പല ഗ്രാമങ്ങളിലുള്ളവർ അവർ നല്ല സ്വീകരണത്തോടെ നമ്മളെ ചെയ്യാൻ പറയും, നല്ല സ്നേഹത്തോടെ നമ്മളോട് ഇടപെടും. അങ്ങനെ നമ്മൾ ഈ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2018-ാമത്തെ വർഷം ഒരു ഗ്രാമത്തിൽ, ഗയ സിറ്റിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമത്തിൽ, ബിൻഡസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഫിലിം ഷോ കാണിക്കാൻ പോയി. നമ്മൾ ഫിലിം ഷോ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ചു പേര് കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് നിർത്തിയിട്ട് ഇവിടെ നിന്ന് എല്ലാം എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ ഉടൻ തന്നെ അവര് പറഞ്ഞ അനുസരിച്ച് നമ്മളെല്ലാം നിർത്തി എല്ലാം പാക്ക് ചെയ്ത് വണ്ടി കയറ്റി. അപ്പോ അവര് പറഞ്ഞു, നമ്മുടെ ലീഡർ വരാനുണ്ട്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ലീഡർ വന്നിട്ട് പോവാം എന്ന് പറഞ്ഞു. നമ്മളെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിയുമ്പോ ഒരു 10-25 പേര് പല സ്ഥലങ്ങളിൽ നിന്നും വണ്ടികളിൽ കടന്നു വന്നിട്ട് നമ്മൾ 4 പേരുണ്ടായിരുന്നു. ഒരാൾ പതിയെ മാറി, ഇവിടുത്തെ ഒരു ലോക്കൽ പാസ്റ്റർ ആയിരുന്നു. മറ്റുള്ളവർ നമ്മൾ 3 പേരുണ്ടായിരുന്നു. ഒന്ന് കേരളത്തിലുള്ള ഒരു പാസ്റ്റർ റെജി ബി അബ്രഹാം, പിന്നെ ഒറീസയിൽ നിന്നുള്ള ഒരു വിശ്വജിത്ത് ഗൗഡ എന്ന ഒരു പാസ്റ്റർ. നമ്മൾ 3 പേരെയും അവര് അടിക്കാൻ തുടങ്ങി. ഒരു 3 മണിക്കൂർ, രാത്രി 8:30 തൊട്ട് രാത്രി 11:30 മണി വരെ അവര് നമ്മളെ പിടിച്ചു വച്ചു. ഒത്തിരി അടിച്ചു. അവര് കൂടുതൽ അടിച്ചത് തലയിലായിരുന്നു. അവര് പല കാര്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് കാശ് എവിടെ നിന്ന് വന്നു, നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ഈ മതപരിവർത്തനം ചെയ്യുന്നത്, നിങ്ങളുടെ പേരെന്ത്, പേര് പറയുമ്പോഴും അടിക്കും. അവർക്ക് ഉത്തരം കൊടുത്താലും അടിക്കും, ഉത്തരം കൊടുത്തില്ലെങ്കിൽ അടിക്കും. അങ്ങനെ അവർ മൊത്തം നമ്മളെ 3 മണിക്കൂർ ഉപദ്രവിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, ലോക്കൽ പാസ്റ്റർ, പതിയെ പോയി പുള്ളി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് പോലീസ് വന്ന് നമ്മളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനിടയായി. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഇരുന്നു. ഈ നമ്മളെ അടിച്ചവര് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു, ഇവർ മതപരിവർത്തനം ചെയ്യുന്നവരാണ്. അപ്പോ നമ്മൾ കാണിച്ച സുവിശേഷീകരണത്തിന്റെ ആ ഫിലിം ആദ്യം അവിടുത്തെ
പോലീസിന്റെ അധികാരി കണ്ടു. അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് IB ഇന്റലിജന്റ് ബ്യൂറോയിൽ നിന്ന് ആൾക്കാർ വന്ന് കണ്ടു. അങ്ങനെ ഒരു 4 പ്രാവശ്യം അവർ ആ ഫിലിമിനെ വീണ്ടും വീണ്ടും ഇട്ട് കണ്ടു, ഇതിൽ എന്തെങ്കിലും മതപരിവർത്തനം ഉണ്ടോ എന്ന്. ആ ഫിലിം എന്ന് പറഞ്ഞാൽ പക്ക സുവിശേഷമാണ്. അതിൽ യേശുവിന്റെ സുവിശേഷീകരണം, അതിൽ വിഗ്രഹാരാധന പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ദൈവം അവരുടെ കണ്ണുകളെ അടച്ചു. അവർ ഇത് 4 പ്രാവശ്യം കണ്ടിട്ടും അവർക്ക് ഒന്നും കാണാൻ മനസ്സിലായില്ല. അവർ പറഞ്ഞു ഇതിലും ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് അവര് അടുത്ത ദിവസം നമ്മളെ 3 പേരെയും വിട്ടയച്ചു. എന്നാലും ഇന്നും ഇത് നടന്നിട്ട് 6 വർഷമായി, 2018-ലാണ്. എന്നാലും ദൈവം ഇന്നും ആ പ്രശ്നമുള്ള സ്ഥലത്ത് ഇന്നും നമ്മളെ ദൈവം നിലനിർത്തുന്നു. പലരും ചിന്തിച്ചു ഈ പ്രശ്നം വന്നപ്പോ ഇവരിവിടെ ബീഹാർ വിട്ടിട്ട് പോകുമെന്ന്. എന്നാൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുതലാണ് ഇന്ന് ഞാനും എൻ്റെ സഹോദരങ്ങളെല്ലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത് കൂടാതെ നമുക്ക് പല മിനിസ്ട്രി ഉണ്ട്, പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രി. നമ്മള് ഓരോ പുതിയ പുതിയ ഗ്രാമത്തിൽ ചെന്ന് 3 ദിവസത്തെ BBS നടത്താറുണ്ട്. അങ്ങനെ ഓരോ വർഷവും നടത്തും. അതിന്റെ ചുമതല ദൈവം എനിക്കാണ് തന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ഈ വർഷം 2024 ഇതുവരെ ജനുവരി തൊട്ട് ഇവിടെ കുഞ്ഞുങ്ങൾ അധികമായിട്ട് സ്കൂളിൽ പോവാത്ത കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ BBS അവധി കാലത്താണ് നടത്തുന്നത്. ഇവിടെ നമ്മൾ ജനുവരി മാസം തൊട്ട് ഈ ഡിസംബർ മാസം വരെ എല്ലാ സമയത്തും നമ്മൾ BBS നടത്താറുണ്ട്. ചിലപ്പോ രാവിലെ ആയിരിക്കും, ചിലപ്പോ വൈകുന്നേരമായിരിക്കും. അത് ഒരു 3 മണിക്കൂറത്തെ പ്രോഗ്രാമാണ് ഒരു ദിവസം. അങ്ങനെ 3 ദിവസം നടത്താറുണ്ട്. അങ്ങനെ ഈ വർഷം ദൈവത്തിന്റെ കൃപയാൽ 50,000 കുട്ടികളെ റീച്ച് ചെയ്യാൻ ദൈവം സഹായിച്ചു. ഏകദേശം 1100 ഗ്രാമങ്ങളിൽ ഈ BBS ഈ വർഷം നടത്താൻ ദൈവം കൃപ ചെയ്തു. ഇതുപോലെ എല്ലാ വർഷവും നമ്മൾ ഈ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഇനി അടുത്ത 2025 നമ്മുടെ ലക്ഷ്യം 1 ലക്ഷം കുട്ടികളെ ഈ BBS മുഖാന്തരം സുവിശേഷീകരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് കേൾക്കുന്നു. പിന്നെ ഇവിടത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 1-2 കാര്യങ്ങൾ പറയാം. ഇന്നലെ ഞാൻ കണ്ട ഒരു കാര്യം, ഒരു കുഞ്ഞ് ഒരു 6 വയസ്സ് വരും, അവരുടെ മാതാപിതാക്കളുമായിട്ട് ഒരു ഓട്ടോയിൽ ചെന്നുകൊണ്ടിരിക്കുന്നു. അവൻ 6 വയസ്സായ ചെക്കൻ കയ്യില് ഈ കൈനി എന്ന് പറയും. കൈനി എന്ന് പറഞ്ഞ ഈ ഗുഡ്ക പോലത്തെ ഒരു സാധനം, ഇവിടെ എല്ലാരും കഴിക്കുന്ന ഒരു സാധനം. അത് കയ്യിൽ തട്ടി അതിനെ പൊടിച്ച് അതിനെ റെഡിയാക്കിയിട്ട് ചുണ്ടിന്റെ ഇടയ്ക്ക് വയ്ക്കും. ആ കുടുംബത്തിലുള്ള പപ്പയ്ക്കും സഹോദരങ്ങൾക്കെല്ലാം ആ കുട്ടിയാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവസാനം ആ കുട്ടിയും കഴിക്കും. ഇവിടെ ആരുടെ വായി നോക്കിയാലും ഈ സാധനമുണ്ട്. ഞാന് ആ തുടക്കത്തിൽ പറഞ്ഞ ആ 15 കുട്ടികളുമായിട്ട് ഞാൻ സുവിശേഷീകരണം ചെയ്യുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, എനിക്ക് അവരെ കുറിച്ച് ഒത്തിരി അറിയത്തില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവര് സാക്ഷ്യം പറഞ്ഞു. ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവര് എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരുമ്പോ ചിലർക്ക് 7 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സ്, 10 വയസ്സ്, ആ പ്രായത്തിന്റെ ഇടയ്ക്കാണ് അവര് നമ്മുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയത്. അവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് അവരുടെ സാക്ഷ്യം പറയുന്നത്. ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവര് ഈ മദ്യപാനം ഉണ്ടായിരുന്നു. ഈ നശ പദാർത്ഥം എന്ന് പറഞ്ഞ ഈ ഗുഡ്ക, കഞ്ച, ഈ സാധനങ്ങളെല്ലാം ആ സമയത്ത് തന്നെ ഉപയോഗിക്കും. മോഷണം ഉണ്ടായിരുന്നു, പണം കടകളിൽ കയറി, വീടുകളിൽ കയറി മോഷ്ടിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ് ഇന്ന് ദൈവത്തിന്റെ വേല ചെയ്ത്, ദൈവത്തിന്റെ ബൈബിൾ എടുത്ത്, വചനമെടുത്ത് സുവിശേഷം അറിയിക്കുന്നത്. ഇതുപോലെ ഈ ബീഹാറിൽ, UP എന്ന് പറയേണ്ട ഈ നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒത്തിരി ഗ്രാമങ്ങളുണ്ട്.
ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഇന്നും സുവിശേഷം കേൾക്കാത്തവര്. അവരുടെ ഇടയ്ക്ക് പോകാൻ ആരും തന്നെ ഇല്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു പ്രാർത്ഥിക്കണം. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാര് ചുരുക്കം. ഇന്ന് ഈ ടെസ്റ്റ് മണി കേൾക്കുമ്പോ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ബീഹാറില് കടന്ന് ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സഭയായിട്ട് നിങ്ങളുടെ വിശ്വാസികളെയും ചേർത്ത് ബീഹാറിലുള്ള ഗ്രാമങ്ങളിലൊന്ന് കറങ്ങണം. ഇവിടെ ഒത്തിരി പേര് വരാറുണ്ട്. ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിലും പല സ്ഥലങ്ങളിൽ നിന്നും ഈ ബീഹാറിൽ കടന്നു വന്ന് പ്രവർത്തിച്ചു. പല വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പല സ്ഥലങ്ങൾ, പുതിയ പുതിയ ഗ്രാമങ്ങളിൽ സുവിശേഷവുമായിട്ട് കടന്നു ചെന്നു. അതുപോലെ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യങ്ങളും കടന്നു വരണം. ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ അങ്ങനെ രാഷ്ട്രീയ കളികളൊന്നും ഇല്ല. ഇവിടെ നേതാവിന്റെ ഒരു കളികളൊന്നും ഇല്ല. ഇവിടെ എവിടെ വേണമെങ്കിലും ഇപ്പോ പുതിയതായിട്ട് ഇപ്പൊ ഇടയ്ക്ക് വരുന്ന പാസ്റ്റർമാർ ഇവിടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആവും, ഡയറക്റ്റ് തന്നെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആവും. കേരളത്തിൽ നിന്ന് വരും, അടുത്ത ദിവസം തന്നെ ഡിസ്ട്രിക്ട് പാസ്റ്റർ. കാരണം ഇവിടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ഇല്ല. ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്നും പല ഡിസ്ട്രിക്റ്റുകളും പല ബ്ലോക്കുകളിലും വേല തുടങ്ങിയിട്ടില്ല. ഉറപ്പായിട്ട് ഇവിടെ കടന്നു വരണം. ഈ ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, എന്നാൽ സമയം അവസാനം ആറായി. അതുകൊണ്ട് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങൾ ചിന്തിക്കും, ബീഹാറിൽ കടന്നു വന്നാൽ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കും, എങ്ങനെ നമ്മുടെ ചെലവ് നടക്കും? ദൈവം കരുതുന്നവനാണ്. ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയ സമയം ദൈവാത്മാവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു: കാശിന് വേണ്ടി ആരെയും വിളിക്കരുത്, ആര് സഹായിക്കുന്നവരെയും വിളിക്കരുത്. ചിലരൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് അവരെയും എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യരുത്. മനുഷ്യനെ ആശ്രയിക്കരുത്, ആരടുത്തും ചോദിക്കരുത്. എന്നാൽ അതനുസരിച്ച് നടക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. എന്നെ സഹായിച്ച പലരുണ്ട്, അവരെ ഒന്നും ഞാൻ വിളിക്കാറില്ല. കാരണം ആദ്യം ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം. വിളിക്കാതെ വരുമ്പോ അവര് ചിലപ്പോ അവരുടെ സഹായമൊക്കെ നിർത്തിയിട്ട് അങ്ങ് പോകും. എന്നാൽ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. നമ്മുടെ ആവശ്യ സമയത്തിന് ദൈവം നമ്മുടെ ഓരോ ആവശ്യങ്ങളും ദൈവം നടത്തും. കാരണം ഇത് നമ്മുടെ വേലയല്ല, ഇത് ദൈവത്തിന്റെ വേലയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പലരെയും ഇവിടെ ബീഹാറിലോട്ടും നോർത്ത് ഇന്ത്യയിലോട്ടും വരാൻ തടസ്സമായി നിൽക്കുന്നത് ഈ ചിന്താഗതികളാണ്. പലരും ചിന്തിക്കുന്നത്, ഞാൻ അവിടെ പോയാൽ എങ്ങനെ, എന്ത് കഴിക്കും, എവിടെ താമസിക്കും, എന്ത് ചെയ്യും? ഞാൻ ഇവിടെ വരുമ്പോ എൻ്റെ മനസ്സിൽ ഒരേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു, കാരണം ഒത്തിരി മിഷണറിമാരുടെ സ്റ്റോറി കേട്ടിട്ടുണ്ട്. അവര് കഷ്ടപ്പാടിന്റെ കഥകളാണ് പറയുന്നത്. പലരുടെ സ്റ്റോറികൾ അവർ കടവരാന്തകളിൽ കടന്നുറങ്ങിയിട്ടുള്ള കഥകളും റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങിയിട്ടുള്ള കാര്യങ്ങളും. അപ്പൊ ഞാനും വരുമ്പോ ചിന്തിച്ചത്, എനിക്കും ചിലപ്പോ അങ്ങനത്തെ അവസ്ഥകളിലായിരിക്കും കടക്കേണ്ടി വരും. ചിലപ്പോ റോഡിലും ചിലപ്പോ റെയിൽവേ സ്റ്റേഷനിലും കടക്കേണ്ടി വരും എന്ന് ചിന്തിച്ചിട്ടാണ് 2011 ഞാൻ വന്നത്. എന്നാൽ ദൈവം അങ്ങനെ ഒന്നും കടത്തിയില്ല. ഒരു ദിവസം പോലും പട്ടിണി ഇരിക്കാൻ ഇടയായിട്ടില്ല. ദൈവം ഇവിടെ വന്നപ്പോ ഇവിടെ താമസിക്കേണ്ട വീടും കഴിക്കേണ്ട ആഹാരവും എല്ലാം ദൈവം കരുതി. ഇന്നും ദൈവമാണ് അത്ഭുതമായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് ആരും പേടിക്കരുത്. ഇവിടെ ബുദ്ധിമുട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും നോക്കണ്ട. നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ. ദൈവത്തിന്റെ കരുതലും
അവന്റെ പ്രൊട്ടക്ഷനും ഇല്ലാതിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ദൈവം സഹായിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അന്ന് 2018 അടി കിട്ടുമ്പോ, അടി കിട്ടുന്നതിന് മുമ്പ് അടി കിട്ടുമെന്ന് ചിന്തിക്കുമ്പോ പേടിയുണ്ടായിരുന്നു. എന്നാ അടി കിട്ടുമ്പോ ഒരു പേടിയില്ല, ഒരു ഭയവും ഇല്ല. മനസ്സിനകത്ത് ഒരു വലിയ സമാധാനമായിരുന്നു. എനിക്കറിയത്തില്ല ഈ സമാധാനവും ആ ഒരു ധൈര്യവും ഒരു ബലവും എവിടെ നിന്ന് കിട്ടിയെന്ന്. ആ ദൈവം അന്ന് അത്രയും ബലവും ധൈര്യവും സമാധാനവും തന്നു. ഹല്ലേലൂയ. ഇന്ന് വരെ ദൈവം നടത്തി. എൻ്റെ വൈഫിന്റെ പേര് സജിതയാണ്. ഇവിടെ ഉണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് ദൈവവേല ചെയ്യുന്നത്. ഈ ബോധഗയയിലാണ് നമ്മൾ ആരാധന നടത്തുന്നത്. ആ ചർച്ചിന് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഇന്ത്യ മിഷന് വേണ്ടിയും, ഇന്ത്യ മിഷനിലുള്ള എബിസാറ് മറ്റും എല്ലാ ദൈവദാസന്മാർക്കും വേണ്ടി ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുക. ഒരു തടവ് കൂടെ നിങ്ങളെ ക്ഷണിക്കുന്നു. ബീഹാറിലോട്ട് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കടന്നു വരാം, ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്ത് ഇവിടത്തെ കാര്യങ്ങൾ നോക്കിയാൽ, ഞാൻ പറഞ്ഞത് വളരെ വളരെ കുറച്ച് കാര്യങ്ങളാണ്. നീ പറയാൻ പോയ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. അത് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുക. ഈ സമയം എനിക്ക് അനുവദിച്ചു തന്ന മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.